ക്വസ്റ്റ്യൻ നമ്പർ 11th ക്വസ്റ്റ്യൻ നോക്കാം. ബയോമോളിക്യൂളിന്റെ ചാപ്റ്ററിൽ നിന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. എളുപ്പമുള്ള ചോദ്യം ആക്ച്വലി. 4 ഡൈസാക്രൈഡുകൾ തന്നിട്ടുണ്ട്. അതിൽ ആരാണ് നോൺ റെഡ്യൂസിങ് എന്ന ചോദ്യം. ഇത് ഈ സ്ട്രക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് സുക്രോസ് ആണ് എന്ന്. ഇതാരാ? സുക്രോസ്. അപ്പോൾ സുക്രോസ് ഒരു ആക്ച്വലി നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം. സുക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ആണ്. അത്രയേ ഉള്ളൂ. സുക്രോസ് എന്താണ്? നോൺ റെഡ്യൂസിങ് ആണ്. ഓപ്ഷൻ 1 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. എന്തുകൊണ്ടാണ് സുക്രോസ് നോൺ റെഡ്യൂസിങ് ആവാൻ കാരണം? സുക്രോസ് എങ്ങനെ ഉണ്ടാവുന്നത്? ഗ്ലൂക്കോസും ഫ്രക്ടോസും കമ്പൈൻ ചെയ്തിട്ടാണ്. അതായത് ഗ്ലൂക്കോസിന്റെ C1ഉം അതേപോലെ ഫ്രക്ടോസിന്റെ രണ്ടാമത്തെ C2 കാർബണും തമ്മിൽ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് ത്രൂ ആണ് ആരുണ്ടാവുന്നത്? നമ്മുടെ സുക്രോസ് ഉണ്ടാവുന്നത്. ഫ്രക്ടോസിന്റെ രണ്ടാമത്തെ കാർബണും ഗ്ലൂക്കോസിന്റെ ഒന്നാമത്തെ കാർബണും ഗ്ലൈക്കോസിഡിക് ലിങ്കേജിലൂടെയാണ് സുക്രോസ് ഉണ്ടാവുന്നത്. C1ന്റെ ഗ്ലൂക്കോസിന്റെ ഫസ്റ്റ് കാർബണും അതേപോലെ ഫ്രക്ടോസിന്റെ സെക്കൻഡ് കാർബണുമാണ് റെഡ്യൂസിങ് ആയിട്ടുള്ള ഗ്രൂപ്പുള്ള കാർബൺ. അത് രണ്ടും ഗ്ലൈക്കോസിഡിക് ബോണ്ട് ഉണ്ടായത് കൊണ്ട് ഇനി നിങ്ങൾക്ക് കിട്ടിയ ആ സുക്രോസ് ഒരിക്കലും എന്താവില്ല? റെഡ്യൂസിങ് ആയിരിക്കില്ല, നോൺ റെഡ്യൂസിങ് ആയിരിക്കും. ഓപ്ഷൻ 1 എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. 1 ആണ് ആൻസർ ആയിട്ട് വരിക.